നമസ്കാരം. സ്വാതന്ത്ര്യാനന്തര തലമുറയുടെ ഭാഗമായിരുന്നപ്പോഴും ദേശീയ സമരത്തിന്റെ മൂല്യങ്ങളാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയെ നയിച്ചിരുന്നത്. സാധാരണക്കാരിൽ ഒരാളായി ആർക്കും സമീപിക്കാവുന്ന ബുദ്ധദേവിന്റെ വ്യക്തിത്വം എതിരാളികൾക്ക് പോലും സ്വീകാര്യനാക്കി. 18.5 വർഷം മന്ത്രിപദത്തിൽ ഇരുന്നപ്പോഴും 11 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ലളിത ജീവിതത്തിൽ ഒരു മാറ്റവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ശില്പിയാണ് ബുദ്ധദേവ് അറിയപ്പെട്ടത്. സിനിമയും കവിതയും നാടകവും ഒക്കെ ഇഷ്ടമേഖലകൾ. പത്രപ്രവർത്തകരും എഴുത്തുകാരുമായി അടുത്ത സൗഹൃദം പുലർത്തി. സ്വന്തമായി കവിതയും നാടകങ്ങളും എഴുതി. മികച്ച ലോകരചനകൾ ബംഗാളിലേക്ക് വിവർത്തനം ചെയ്തു. ബംഗാളിൽ CPM-ന്റെയും ഇടതുമുന്നണിയുടെയും അമരക്കാരനായ പ്രമോദ് ദാസ് ഗുപ്തയാണ് ഭരണരംഗത്തേക്ക് ബുദ്ധദേവിനെ ആദ്യമായി കൊണ്ടുവന്നത്. CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്തിയ 1977 തന്റെ 33-ാം വയസ്സിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയും നിയമസഭയിലെത്തി. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന പ്രഫുല്ല കാന്തി ഘോഷിനെയാണ് അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ആദ്യ അവസരത്തിൽ തന്നെ വാർത്താവിനിമയ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റു. ദക്ഷിണ കൊൽക്കത്തയിലെ ചുവപ്പുകോട്ടയായ ജാദവ്പൂരിൽ നിന്ന് 3 തവണ തുടർച്ചയായി അദ്ദേഹം ജയിക്കുകയുണ്ടായി. ജ്യോതി ബസു മന്ത്രിസഭയിൽ 10 വർഷം വാർത്താവിനിമയ സാംസ്കാരിക വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും അദ്ദേഹം ചെയ്തു. 1996 ആഭ്യന്തരമന്ത്രിയായി അധികാരമേറ്റു. 99 ജനുവരി മുതൽ 2000 നവംബർ വരെ ഉപമുഖ്യമന്ത്രിയായും അദ്ദേഹം തുടർന്നു. ജ്യോതി ബസു ഒഴിഞ്ഞതിനെ തുടർന്ന് 2000 നവംബർ 6-നാണ് 56-ാം വയസ്സിൽ ബുദ്ധദേവ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. ഗൂർഖാലാൻഡ് പ്രക്ഷോഭത്തെ നേരിടുന്നതിലും രാഷ്ട്രീയമായി പരിഹാരം കാണുന്നതിലും വഹിച്ച പങ്ക് ഭരണാധികാരി എന്ന നിലയിലുള്ള വലിയ നേട്ടങ്ങളിൽ ഒന്നായാണ് സാംസ്കാരിക മേഖലയിലെ സമഗ്ര പരിവർത്തനവും പോലീസ് വകുപ്പിനെ ജനകീയമാക്കലും എടുത്തു പറയേണ്ടവയാണ്. പശ്ചിമ ബംഗാൾ രഹസ്യാന്വേഷണ തലവനായിരുന്ന ദിലീപ് മിത്രയുടെ 2000 പുറത്തിറങ്ങിയ ഓപ്പറേഷൻ ബ്ലാക്ക് സ്റ്റിലറോ മൈ ഇയേഴ്സ് ഇൻ ഇന്റലിജൻസ് എന്ന പുസ്തകത്തിൽ ബുദ്ധദേവ് നിരവധി വധശ്രമങ്ങൾ നേരിട്ടതായി വിശദീകരിക്കുന്നുണ്ട്. സർക്കാർ വൃത്തങ്ങളിൽ അറിയുമെങ്കിലും പുറത്ത് കാര്യമായി ചർച്ചയാകാത്ത വിഷയം വർഷങ്ങൾക്ക് ശേഷമുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2001-നും 2008-നും ഇടയിൽ ബുദ്ധദേവിനെതിരെ 3 വധശ്രമങ്ങൾ ഉണ്ടായെന്ന് ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ടുകൾ യഥാസമയം മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയില്ലെന്നും പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. ISIയുടെ കൊൽക്കത്തയിലെ സ്ലീപ്പർ സെൽ അംഗമായി ആരോപിക്കപ്പെട്ട അബ്ദുള്ളയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രധാന വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. മിഡ്നാപൂർ ജില്ലയുടെ കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ, പൂരുലിയ, ബങ്കുറ എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റുകൾ ശക്തിപ്പെടുകയും പീപ്പിൾസ് വാർ ഗ്രൂപ്പായി മാറുകയും ചെയ്ത വേളയിലാണ് മറ്റൊരു നീക്കം. മാവോയിസ്റ്റുകളും പീപ്പിൾസ് വാർ ഗ്രൂപ്പും ബുദ്ധദേവിനെ മുഖ്യ ശത്രുവായി കണ്ടിരുന്നുവെന്നും ജംഗൽ മഹൽ സന്ദർശിക്കുമ്പോൾ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ദിലീപ് മിത്ര പറയുന്നുണ്ട്. 2008 നവംബറിൽ സാൽബണിൽ ജിന്ദാൽ സ്റ്റീൽ പ്ലാന്റിന്റെ കല്ലിടലിന് ശേഷം മടങ്ങവേ കുഴിബോംബ് വെച്ച് അപായപ്പെടുത്താനും ശ്രമമുണ്ടായിട്ടുണ്ട്. അന്ന് തലനാരിഴയ്ക്കാണ് ബുദ്ധദേവ് രക്ഷപ്പെട്ടത്. നന്ദിഗ്രാം സമരത്തിന്റെ മറവിൽ ബുദ്ധദേവ് സർക്കാരിനെതിരെ മുഴുവൻ പ്രതിലോമ ശക്തികളും ഒന്നിച്ചു വന്നിരുന്നു. ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനകളും ഉണ്ടായിട്ടുണ്ട്. അന്ധമായ മാർക്സിസ്റ്റ് വിരോധം ബാധിച്ച മാധ്യമങ്ങളും പിന്തിരിപ്പൻ ശക്തികൾക്കൊപ്പം നിലനിന്നു. സമരക്കാർക്ക് നേരെ വെടിവെപ്പുണ്ടായത് മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലെന്നതും മറച്ചുവെക്കപ്പെട്ടു. ബംഗാളിലെ ഭരണ തുടർച്ചയിൽ വിറളി പൂണ്ട വിശുദ്ധ ശക്തികൾ രാജ്യാന്തരമായി തന്നെ വലിയ ഗൂഢാലോചന നടത്തിയതും ദിലീപ് മിത്രയുടെ വെളിപ്പെടുത്തലിൽ സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു.